നമസ്കാരം. വാർത്തയിലെ സത്യം വാർത്താധിഷ്ഠിത പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് വരെ മൊസാദ് എന്നാൽ എന്താണെന്ന് വ്യക്തമായി അറിയാൻ പാടില്ലാത്തവർക്ക് പോലും ഇപ്പോൾ ഹരവും ആവേശവുമാണ് മൊസാദ് എന്ന ഇസ്രയേലിന്റെ ചാര സംഘടന. ഹോളിവുഡിന്റെ ബോക്സ് ഓഫീസിനെ തകർത്തെറിഞ്ഞ പല പണം വാരി പടങ്ങളുടെയും ഐക്കോണിക് സ്റ്റോറി പ്ലോട്ടുകളുമായി മാറിയതായിരുന്നു മൊസാദിന്റെ മാസ്മരമായ ചാര പ്രവർത്തനങ്ങളെങ്കിലും മിഡിൽ ഈസ്റ്റിലെ ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകൾക്കും ഇറാനുമെതിരെ ഇസ്രായേൽ നടത്തിയ യുദ്ധങ്ങളുടെ പശ്ചാത്തലത്തിൽ വീണ്ടും ഗൗരവമായി ചർച്ച ചെയ്യപ്പെടുന്നതുവരെ നാമമാത്രമായ അറിവുകൾ മാത്രമാണ് മൊസാദിനെ കുറിച്ച് പലർക്കും ഉണ്ടായിരുന്നത്. ഇസ്രായേലിനെതിരെ തങ്ങൾ ശക്തമായി യുദ്ധം ചെയ്തുവെന്നും ഇസ്രായേലിനെ തോൽപ്പിച്ചുവെന്നും വീമ്പിളക്കുന്നവർ ഇറാനിലും അവർ പടച്ചുവിട്ട മിഡിൽ ഈസ്റ്റ് തീവ്രവാദ സംഘടനകളിലും ഉണ്ടാകാം. എന്നാൽ അവർ അത് പറയുമ്പോഴും അവർ ഉപയോഗിക്കുന്ന നിത്യോപയോഗ സാധനങ്ങളും കിടന്നുറങ്ങുന്ന സ്ഥലങ്ങളും അവർ 1000 വട്ടം പുനഃപരിശോധിക്കും. കാരണം തങ്ങൾ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും കിടക്കുന്നതും നടക്കുന്നതുമെല്ലാം മൊസാദിന്റെ കഴുകൻ കണ്ണുകൾ കാണുന്നുണ്ടെന്നുള്ളത് അവരെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. ഇസ്രയേലിന്റെ ശത്രുക്കളെ കിടുകിട വിറപ്പിക്കുന്നതും അല്ലാത്തവർ ആവേശത്തോടും ആദരവോടും തെല്ല് അസൂയോടും കൂടെ കാണുന്ന ആഴിയുടെ ആഴങ്ങളിലേക്ക് പോലും ആണ്ടിറങ്ങാൻ നിമിഷാർദ്ധം പോലും വേണ്ടാത്ത ഇസ്രയേലിന്റെ മൊസാദ് എന്ന ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യാന്വേഷണ ഏജൻസി ഇറാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ വലിയ ചർച്ചകൾക്ക് കാരണമായിരിക്കുകയാണ്. ഇക്കുറി ഇറാനെതിരെ നടന്ന ഓപ്പറേഷൻ റൈസിംഗ് ലൈനിലെ മൊസാദിന്റെ റോൾ അവർ നടത്തിയ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ ഇന്റലിജൻസ് ഓപ്പറേഷനുകളിൽ ഒന്നാണെന്നാണ് ഇപ്പോൾ IDF വിലയിരുത്തിയിരിക്കുന്നത്. ഈ ആക്രമണം കേവലം പ്രകോപനത്തിന്റെ പുറത്ത് തുടങ്ങി വെച്ചതല്ല, മറിച്ച് ദീർഘവർഷങ്ങൾ മൊസാദ് നടത്തിയ വിവരശേഖരണത്തിന്റെയും കാലങ്ങൾ നീണ്ട ആസൂത്രണങ്ങളുടെയും തയ്യാറെടുപ്പുകളുടെയും ഒടുവിലാണ് ജൂൺ 13-ന് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത്. ഡ്രോൺ യുദ്ധം, AI സാങ്കേതിക വിദ്യയുടെ ആവിഷ്കരണം തുടങ്ങിയ മാസ്മര നീക്കങ്ങളായിരുന്നു മൊസാദ് ഇവിടെ പുറത്തെടുത്തത്. അത്യാധുനിക സാങ്കേതിക വിദ്യയുടെയും ബുദ്ധിശക്തിയുടെയും സൈബർ യുദ്ധത്തിന്റെയും അത്ഭുത കാഴ്ചകൾക്കാണ് ഈ യുദ്ധത്തിൽ ലോകം സാക്ഷ്യം വഹിച്ചത്. യുദ്ധവിമാനങ്ങൾ, ഡ്രോണുകൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ശേഖരണം എന്നിവയെ ഉൾക്കൊള്ളിച്ച് നടത്തിയ ആക്രമണത്തിൽ ടെഹ്റാന്റെ മിസൈൽ അടിസ്ഥാന സൗകര്യങ്ങളെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ കഴിഞ്ഞു. ഒക്ടോബർ 7-ലെ വീഴ്ചയടക്കമുള്ള ഇന്റലിജൻസ് പരാജയങ്ങൾക്ക് ശേഷം മൊസാദ് അവരുടെ കരുത്തറ്റ പ്രകടനങ്ങളിലേക്ക് മടങ്ങി വരുന്ന ഒരു സംഭവം കൂടിയായിരുന്നു ഈ യുദ്ധം. ഇറാന്റെ മൊസാദ് വിരുദ്ധ യൂണിറ്റിന്റെ തലവൻ വാസ്തവത്തിൽ ഇസ്രയേലി ഏജന്റ് ആയിരുന്നു എന്ന് നടുക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയത് മുൻ ഇറാൻ പ്രസിഡന്റ് മഹ്മൂദ് അഹമ്മദി നെജാദ് ആയിരുന്നു. അതുതന്നെയാണ് ഓപ്പറേഷൻ ലൈൻ എറൈസിംഗിൽ മൊസാദിന്റെ മേൽക്കൈ ഉറപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ഈ നീക്കങ്ങളൊക്കെ മുൻപിൽ കണ്ടുകൊണ്ട് കുറച്ച് പതിറ്റാണ്ടുകളായി ഇറാനിൽ മൊസാദ് വിപുലവും ആഴത്തിൽ വേരൂന്നിയതുമായ ഒരു ചാര ശൃംഖല കെട്ടിപ്പടുത്തിയിട്ടുണ്ട്. ഇറാനിലെ ഒരു 4 നില കെട്ടിടത്തിൽ ഒരു ഡ്രോൺ കേന്ദ്രം തന്നെ മൊസാദ് സ്ഥാപിച്ചു എന്ന് അറിയുമ്പോൾ ആരാണ് അമ്പരന്ന് പോകാത്തത്? അതിനായി നിത്യോപയോഗ സാധനങ്ങൾ, സ്യൂട്ട് കേസുകൾ, ഷിപ്പിംഗ് കണ്ടെയ്നറുകൾ, ട്രക്കുകൾ എന്നിവ ഉപയോഗിച്ച് മാസങ്ങളോളം ഇറാനിലേക്ക് സ്ഫോടക വസ്തുക്കൾ കടത്തുകയും പിന്നീട് അത് സിവിലിയൻ വീഡിയോഗ്രാഫി ഡ്രോണുകളായി സംയോജിപ്പിക്കാൻ പാകത്തിൽ രൂപകൽപ്പന ചെയ്ത് ക്വാഡ് കോപ്റ്ററുകളിൽ ഉൾപ്പെടുത്തുകയുമായിരുന്നു. വാൾസ്ട്രീറ്റ് ജേണൽ അടക്കമുള്ള ലോകത്തിലെ മുൻനിര മാധ്യമങ്ങളെല്ലാം തന്നെ മൊസാദിന്റെ ഈ നീക്കങ്ങൾ വിസ്മയത്തോടെ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഹിസ്ബുള്ളകളുടെ അനുഭവത്തെക്കുറിച്ച് ധാരണയുണ്ടായിരുന്നതിനാൽ എവിടെ നിന്നാണ് പണി വരുന്നതെന്ന് അറിയാത്ത ഇറാൻ സ്മാർട്ട് ഫോൺ ഉപയോഗം നിർത്തലാക്കിക്കൊണ്ടുള്ള ഉത്തരവുകൾ പോലും ഇറാനിൽ നടപ്പിലാക്കിയിരുന്നു.
വാട്സപ്പിൽ ഇസ്രയേലിന് സ്വാധീനമുണ്ടെന്നായിരുന്നു അവരുടെ ആരോപണം. എന്തൊക്കെയായിരുന്നിട്ടും കനത്ത നാശനഷ്ടങ്ങളാണ് മൊസാദിലൂടെ അവർക്കുണ്ടായത്. ആഗോള രഹസ്യാന്വേഷണ വൃത്തികളുടെ പരമോന്നതത്തിൽ മൊസാദിന്റെ സ്ഥാനം ഈ ഓപ്പറേഷന്റെ വിജയം വീണ്ടും ഉറപ്പിച്ചിരിക്കുകയാണ്. ക്ഷമയുടെയും കൃത്യതയുടെയും തന്ത്രപരമായ ദീർഘവീക്ഷണത്തിന്റെയും പ്രകടനമായിരുന്ന ഈ ഓപ്പറേഷനുകൾ ഒരു സൈനിക വിജയത്തെക്കാൾ ഇസ്രയേലിനെ വല്ലാതെ ആനന്ദിപ്പിക്കുന്നതായിരുന്നു. ഡിസംബർ 13 ടെൽ അവീവിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കോർഡിനേഷൻ എന്ന പേരിൽ രൂപീകൃതമായ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റലിജൻസ് ആൻഡ് സ്പെഷ്യൽ ഓപ്പറേഷൻസ് എന്ന മൊസാദ് പരിശുദ്ധ ബൈബിളിലെ സുഭാഷിതങ്ങളിൽ നിന്നുള്ള നിങ്ങളുടെ യുദ്ധത്തിൽ നിന്ന് നിങ്ങളെ വഴി കാണിക്കാമെന്ന വാക്യവും മാർഗനിർദ്ദേശമില്ലാത്തയിടത്ത് രാഷ്ട്രം വീഴുമെന്നും എന്നാൽ ഉപദേശകരുടെ സമൃദ്ധിയിൽ സുരക്ഷിതത്വം ഉണ്ടെന്നുമുള്ള വാക്യവും ചേർത്താണ് ഈ സംഘടനയ്ക്ക് രൂപം കൊടുത്തിരിക്കുന്നത്. അന്ന് തൊട്ട് ഇന്നയോളം വിസ്മയാർഹമായ വിധത്തിൽ ഇസ്രയേലിന്റെ ഭാവിയെ സുരക്ഷിതമാക്കുവാൻ നിതാന്ത ജാഗ്രതയോടെ പണിയെടുത്തുകൊണ്ട് ധീരമായ പ്രവർത്തനങ്ങളുമായി മുൻപോട്ട് കുതിച്ചുകൊണ്ട് ആഗോളതലത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഇസ്രയേലിന്റെ സ്വതന്ത്ര രഹസ്യാന്വേഷണ സ്ഥാപനമാണ്. ഇതിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ പ്രതിബദ്ധത, പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിലെ കൃത്യത, അവ ആസൂത്രണം ചെയ്യുന്നതിനായി ചെലവഴിക്കുന്ന ദീർഘമായ കാലഘട്ടങ്ങൾ എന്നിവയെല്ലാം മൊസാദിനെ വ്യത്യസ്തരാക്കുകയാണ്. റിക്കവറി മിഷനുകൾ മുതൽ ക്രൂരമായ കൊലപാതകങ്ങൾ വരെ മൊസാദ് നടപ്പിലാക്കിയിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. സ്വതന്ത്രമായി പ്രവർത്തിക്കുവാനുള്ള പരമാധികാരമുള്ള മൊസാദിന്റെ മേൽ ഇസ്രയേൽ രാജ്യത്തിന്റെ നിയമ നിയന്ത്രണങ്ങൾ കാര്യമായിട്ടൊന്നുമില്ല. മൊസാദിന്റെ ഡയറക്ടർക്ക് നേരിട്ട് ഉത്തരവ് ബോധിപ്പിക്കേണ്ടത് ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ അടുത്ത് മാത്രമാണ്. രഹസ്യ വിവര ശേഖരണം കൂടാതെ അണ്ടർ കവർ ഓപ്പറേഷനുകളും തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളും മൊസാദിന്റെ ചുമതലയിൽപ്പെട്ടവയാണ്. 7000-ലധികം പേർ മൊസാദിന്റെ വിവിധ പോസ്റ്റുകളിൽ സജീവമായി രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുകയാണ്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും മൊസാദിന്റെ ഏജൻസികളും നിശബ്ദമായ പ്രവർത്തകരുമുണ്ട്. 2.73 ബില്യൺ ഡോളറാണ് പ്രതിവർഷം മൊസാദിനായി ഇസ്രയേൽ ചെലവഴിക്കുന്നത്. 7 പ്രധാനപ്പെട്ട വകുപ്പുകളാണ് മൊസാദിന്റെ കീഴിൽ സജീവമായി പ്രവർത്തിക്കുന്നത്. ശത്രുക്കളെ ആക്രമിക്കുന്നുള്ള മെക്ടിസാദ എന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അടുത്തത് ആർക്കും ഇന്ന് വരെ വെളിപ്പെടുത്തിയിട്ടില്ലാത്ത നിഗൂഢതകളുടെ ഉറവിടമായ കിഡോൺ എന്ന മൊസാദ് യൂണിറ്റ് ആണ്. രാജ്യത്തിന്റെ ശത്രുക്കളെ നേരിട്ട് കൊന്നുതള്ളുന്ന നിർണായകമായ ഓപ്പറേഷനുകളാണ് ഈ യൂണിറ്റ് നിർവഹിക്കുന്നത്. വിദേശത്തുള്ള ചാരപ്രവർത്തനം വിജയിപ്പിക്കുന്നതും ഏജന്റുമാരെ ഏകോപിപ്പിക്കുന്നതും കാറ്റ്സ് ആക്സ എന്ന വിഭാഗമാണ്. ഇലക്ട്രോണിക്സ് നിരീക്ഷണം, സന്ദേശങ്ങൾ ചോർത്തൽ തുടങ്ങിയവ നടത്തുന്ന സിസേറിയ എന്ന വിഭാഗവും മെസാഡ എന്ന ചെറിയ സംഘവും ഇതിനൊപ്പമുണ്ട്. ബോൺലീം എന്ന വിദ്യാർത്ഥി സംഘടനയും രാജ്യത്തിനായി ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്നവരുമടക്കം പലരും ഈ വിഭാഗങ്ങളിലുമുണ്ട്. കൂടാതെ വിവരശേഖരണം, രാഷ്ട്രീയ കൃത്യനിർവഹണം, അട്ടിമറി സാങ്കേതിക വികസനം എന്നിങ്ങനെയുള്ള വിഭാഗങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. മേന്മയും കൃത്യതയും ഉറപ്പും മാനദണ്ഡമാക്കി അളന്നാൽ മൊസാദിന്റെ പ്രവർത്തനങ്ങൾ അമേരിക്കൻ ചാര സംഘടനയായ CIA-യുടേതിലും ബ്രിട്ടീഷ് ചാര സംഘടനയായ MI6-നേക്കാളും ഒരു പടി മുകളിൽ തന്നെയാണ്. മൊസാദിന്റെ സഹായം അമേരിക്കയടക്കമുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അമേരിക്കൻ ചാര സംഘടനകൾക്ക് കാണാൻ കഴിയാതിരുന്ന ഇസ്ലാമിക സ്റ്റേറ്റ് ഭീകരനായ ബാഗ്ദാദിയെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തത് മൊസാദ് ആയിരുന്നു. ഇസ്രയേലിന്റെ മിലിറ്ററി ഇന്റലിജൻസ് ആയ അമനും ആഭ്യന്തര സുരക്ഷാ ഏജൻസിയായ ഷിൻബെറ്റിനുമൊപ്പം ജൂതന്മാരുടെ സുരക്ഷയ്ക്കായി മൊസാദ് ശക്തമായി നിലകൊള്ളുന്നു. മൊസാദിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം ഇസ്രയേലിന്റെ പ്രൊഫഷണൽ എത്തിക്സ് ആയ പരമ രഹസ്യങ്ങളാകയാൽ മാധ്യമങ്ങൾക്ക് ഇവരെ കുറിച്ചുള്ള വിവരങ്ങൾ കേവലം നിഗമനങ്ങൾ മാത്രമാണ്. ഫോറൻസിക് വൈദഗ്ധ്യത്തിലൂടെ ഏത് നിഗൂഢതകളിലേക്കും ആണ്ടിറങ്ങി വരുന്ന മൊസാദിന്റെ കീൻ ഐകളെ തെറ്റിയൊഴിഞ്ഞ് മുൻപോട്ട് പോകാൻ ലോകത്താർക്കും കഴിയില്ല എന്ന കാര്യം അവരുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് ഊട്ടി ഉറപ്പിക്കപ്പെട്ടിരിക്കുകയാണ്.
ലബനോനിൽ ഇസ്രയേൽ നടത്തിയ സൈനിക നടപടിക്ക് മുന്നോടിയായി ഹിസ്ബുള്ളകളുടെ കയ്യിലിരുന്ന ആശയവിനിമയ ഉപകരണമായ ആയിരക്കണക്കിന് പേജറുകൾ പൊട്ടിത്തെറിച്ച് ഹിസ്ബുള്ളകൾ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് ഹിസ്ബുള്ളകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മൊബൈൽ ഫോൺ ഉപയോഗിച്ചാൽ മൊസാദ് പെട്ടെന്ന് ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുന്നതിനാൽ നസറുള്ളയുടെ നിർദ്ദേശം അനുസരിച്ചാണ് ഹിസ്ബുള്ളകൾ ആശയവിനിമയത്തിനായി പേജറുകൾ കൊണ്ട് നടന്നതത്രേ. എന്നാൽ സുരക്ഷയ്ക്കായി ഉപയോഗിച്ചതും ഹിസ്ബുള്ളകൾക്ക് നാശഹേതുവായി ഭവിച്ചു. മൊസാദ് അവരെ ആ പ്രതിസന്ധിയിലേക്ക് കൊണ്ടെത്തിച്ചുവെന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. മൊസാദിന്റെ അതുല്യമായ മാസ്മര വൃത്താന്തങ്ങൾ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി ലോകത്തെ കിടുകിട വിറപ്പിക്കുകയും വിസ്മയിപ്പിക്കുകയും ചെയ്തതായിരുന്നു. എങ്കിലും ഹിസ്ബുള്ളകളുടെ അഹന്ത തകർത്തുകൊണ്ട് കയ്യിലും പോക്കറ്റിലും കിടന്ന് പൊട്ടിത്തെറിച്ചു. അവിടം കൊണ്ട് തീർന്നില്ല. തൊട്ട് പിന്നാലെ ഹിസ്ബുള്ളകളുടെ കയ്യിലും വാഹനത്തിലും വീട്ടിലുമൊക്കെ ആയിരുന്നു വോക്കി ടോക്കികളും വയർലെസ് സെറ്റുകളും സൗരോർജ പാനലുകളും വീട്ടുപകരണങ്ങളും ഒന്നിനു പുറകെ ഒന്നായി പൊട്ടിത്തെറിക്കുകയും പരിഭ്രാന്തരായ ഹിസ്ബുള്ളകൾ എന്തു ചെയ്യണമെന്നറിയാതെ തങ്ങൾ പണം കൊടുത്തു വാങ്ങി വീട്ടിൽ വെച്ചിരിക്കുന്ന ഏത് ഉപകരണമായിരിക്കും തങ്ങളുടെ പ്രാണനെടുക്കാൻ പാകത്തിൽ പൊട്ടിത്തെറിക്കുക എന്ന നിശ്ചയമില്ലാത്തതിനാൽ വീട് വിട്ടിറങ്ങി ഓടാൻ നിർബന്ധിതരായി എന്നതാണ് സത്യം. എവിടെ നിന്ന് ആരാണ് ഈ സ്ഫോടനങ്ങളെ നിയന്ത്രിക്കുന്നത്? എങ്ങനെയാണ് ഇത്രയും കാലം തങ്ങൾ ഉപയോഗിച്ച ഉപകരണങ്ങൾ സ്ഫോടക വസ്തുവായി മാറിയത്? ഉത്തരമില്ലാത്ത ആയിരക്കണക്കിന് ചോദ്യങ്ങൾ ഹിസ്ബുള്ളകളും ലോകവും ഒരേ സ്വരത്തിൽ ചോദിച്ചു. ആ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരമാണ് മൊസാദ് എന്നത്. എന്നാൽ ഈ സ്ഫോടനങ്ങളിലുള്ള പങ്കിനെ കുറിച്ച് ഇസ്രയേൽ അംഗീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തില്ല. എന്നാൽ IDFലെ ചില ഉദ്യോഗസ്ഥർ അതീവ രഹസ്യമായി അമേരിക്കൻ മാധ്യമങ്ങൾക്ക് നൽകിയ വിവരത്തിലൂടെ വ്യക്തമായത് അന്താരാഷ്ട്ര പേജർ നിർമ്മാതാക്കളായി രംഗത്ത് വന്ന ഇസ്രയേൽ സ്ഥാപിച്ച ഷെൽ കമ്പനിയായിരുന്നു. പേജർ നിർമ്മാതാക്കളായ തായ്വാൻ കമ്പനി ഗോൾഡ് അപ്പോളയ്ക്ക് വേണ്ടി ഉപകരണങ്ങൾ നിർമ്മിക്കുന്നുള്ള കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു ഹംഗറി ആസ്ഥാനമായി പ്രവർത്തിച്ച BSC കൺസൾട്ടിംഗ് കമ്പനിയാണ്. ഇത്തരത്തിൽ ഒരു കമ്പനിയല്ല, പേജറുകൾ സൃഷ്ടിക്കുന്ന ആളുകളുടെ യഥാർത്ഥ ഐഡന്റിറ്റികൾ മറയ്ക്കുന്നതിനായി കുറഞ്ഞത് 2 ഷെൽ കമ്പനികളായിരുന്നു ഇസ്രയേൽ സൃഷ്ടിച്ചത്. ഇപ്പോഴത്തെ ഇറാൻ പ്രസിഡന്റായ മസൂദ് പെഷൻസ്കിയാരുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാൻ ഖത്തറിലെ ദോഹയിൽ നിന്നും ഇറാനിലെത്തിയ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടത് അന്ന് രാത്രി ഉറങ്ങിക്കിടക്കുമ്പോഴായിരുന്നു. ഹനിയ കിടന്ന മുറിക്ക് പുറത്തുള്ള ഒരു മരത്തിൽ അതിസൂക്ഷ്മമായി സെറ്റ് ചെയ്ത ബോംബ് ഉറങ്ങിക്കിടക്കുന്ന ഹനിയയുടെ റൂമിലേക്ക് കൃത്യമായി തൊടുത്ത് ഉളവാക്കിയ സ്ഫോടനത്തിലൂടെ ഹമാസ് നേതാവിനെ തീർത്തത് ഹമാസിനും ഇറാനും മാത്രമല്ല, ലോകത്തിലെ തീവ്രവാദ ശക്തികളെ മുഴുവൻ കിടുകിട വിറപ്പിച്ച സംഭവമായിരുന്നു. മൊസാദ് അടുത്ത കാലത്ത് നടപ്പിലാക്കിയ മറ്റൊരു വമ്പൻ ഓപ്പറേഷനായിരുന്നു ഇത്. ആരംഭം മുതലേ മൊസാദിന്റെ പ്രവർത്തന ചരിത്രം ആരെയും അമ്പരിപ്പിക്കുന്നതാണ്. 1957 ഈജിപ്തിൽ നുഴഞ്ഞു കയറി ഇടപാടുകളെ കുറിച്ചും സൈനിക സ്ഥാപനങ്ങളെ കുറിച്ചുമുള്ള വിവരങ്ങൾ ശേഖരിക്കുകയും 1956 കുടിയേറ്റ നിരോധനത്തിന് ശേഷം മൊറോക്കോയിൽ ശേഷിച്ച ജൂതന്മാരെ തിരികെ കൊണ്ടുവരാൻ മൊറോക്കോയിൽ രഹസ്യ ശൃംഖല സ്ഥാപിച്ചതും 1991 യാസർ അറാഫത്തിന്റെ ഇന്റലിജൻസ് മേധാവിയായിരുന്ന സലാം ഗലാഫിനെ കൊലപ്പെടുത്തിയതും 2016 ട്യൂണീഷ്യയിൽ കയറി മുഹമ്മദ് സുവാരിയെ കൊലപ്പെടുത്തിയതും മൊസാദിന്റെ വമ്പൻ ഓപ്പറേഷനുകളായിരുന്നു. 1990 ആയുധ നിർമ്മാണത്തിനായി പാർട്സുകൾ വാങ്ങാൻ അമേരിക്കയിലെത്തിയ ഹിസ്ബുള്ളകളിൽ ഒരുവനെ കൊന്നതു കൂടാതെ ഹിസ്ബുള്ള നേതാക്കന്മാരിൽ പ്രമുഖരായ പലരെയും കൊന്നതും മൊസാദ് ആയിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ലോകത്തെ മുഴുവൻ അമ്പരിപ്പിച്ച് മൊസാദിന്റെ ഓപ്പറേഷനുകൾ അങ്ങനെ നീളുകയാണ്. ഇത്തരത്തിൽ മൊസാദ് നേതൃത്വം കൊടുത്ത ഓപ്പറേഷനുകളും ബന്ദികളെ മോചിപ്പിക്കൽ,
ടാർഗറ്റ് ചെയ്തുള്ള കൊലപാതകങ്ങൾ തുടങ്ങിയവയെല്ലാം അവലംബമാക്കിക്കൊണ്ട് സയനിസ്റ്റ് ആക്ഷൻ ത്രില്ലറുകൾ വെള്ളിത്തിരയിലും വിസ്മയമായി മാറിയിട്ടുണ്ട്. മൊസാദിനെ കൃത്യമായി അവലംബമാക്കിയ ശ്രദ്ധേയമായ ചലച്ചിത്രങ്ങളിൽ ഒന്ന് ദി സ്പൈ എന്ന നെറ്റ്ഫ്ലിക്സ് പരമ്പരയാണ്. ഇസ്രയേലിന്റെ ഇതിഹാസ മൊസാദ് ഏജന്റുമാരിൽ ഒരാളായ എലി കോഹന്റെ ആവേശകരമായ കഥയാണ് ഇതിൽ ദൃശ്യവൽക്കരിച്ചിരിക്കുന്നത്. 1972 മ്യൂണിക് ഒളിമ്പിക്സിൽ ബ്ലാക്ക് സെപ്റ്റംബർ എന്ന പലസ്തീൻ സംഘം ഇസ്രയേലി അത്ലറ്റുകളെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ മ്യൂണിക് കൂട്ടക്കൊലയുടെ വിശദാംശങ്ങളെ വെളിപ്പെടുത്തി സാഹസിക ഓപ്പറേഷനിലൂടെ തീവ്രവാദികളെ കൊന്നുതള്ളിയ മൊസാദ് നീക്കങ്ങളാണ് മ്യൂണിക് എന്ന സിനിമയിൽ പ്രതിഫലിക്കുന്നത്. മൊസാദിന്റെ ഏറ്റവും ധീരമായ ദൗത്യങ്ങളിൽ ഒന്നായ ഓപ്പറേഷൻ ബ്രദേഴ്സിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ദി റെഡ് സീ ഡൈവിംഗ് റിസോർട്ട് എന്ന സിനിമ. 80കളുടെ തുടക്കത്തിൽ യുദ്ധം മൂലം പലായനം ചെയ്ത ആയിരക്കണക്കിന് എത്യോപ്യൻ ജൂതന്മാർ തങ്ങളെ ശത്രുക്കളായി കാണുന്ന അറബ് രാജ്യമായ സുഡാനിലേക്ക് കടക്കുകയും അവരെ രക്ഷിക്കാൻ മൊസാദ് നടത്തിയ ധീരമായ പദ്ധതികളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ചലച്ചിത്രം ഒരുക്കിയിരിക്കുന്നത്. 70 ലക്ഷം യഹൂദന്മാരെ കൊന്നൊടുക്കിയ നാസി ഭീകരൻ, ഹിറ്റ്ലറുടെ വലങ്കയായി പ്രവർത്തിച്ച കുപ്രസിദ്ധ നാസി യുദ്ധ കുറ്റവാളി അഡോൾഫ് ഐക്മാൻ രണ്ടാം ലോക മഹായുദ്ധത്തിനും ഹിറ്റ്ലറുടെ മരണത്തിനും ശേഷം മുഖമെല്ലാം പ്ലാസ്റ്റിക് സർജറി ചെയ്ത് അർജന്റീനയിലെ ബോണസ് ഐറിസിൽ ഒളിച്ചു താമസിക്കുമ്പോൾ അവിടെ കയറി ഐക്മാനെ പൊക്കിയ മൊസാദിന്റെയും ഷിൻബെറ്റിന്റെയും മിഷൻ ലോകത്തെ തന്നെ കിടുകിട വിറപ്പിച്ചതാണ്. ഈ സാഹസിക ഓപ്പറേഷനുകൾ ലോകത്തെ മുഴുവൻ അമ്പരിപ്പിച്ച ആ ഓപ്പറേഷനുകളുടെ സിനേറിയ ആണ് ഓപ്പറേഷൻ ഫിനാലെ എന്ന ചിത്രം. ഇറാനെ കുറിച്ചുള്ള വിവരങ്ങൾ പതിറ്റാണ്ടുകളായി ശേഖരിച്ചു വെച്ച് മൊസാദ് ഇസ്രയേലിന്റെ അവസരോചിതമായ ആക്രമണമായ ഓപ്പറേഷൻ റൈസിംഗ് ലയണിലൂടെ ഇസ്രായേൽ എന്താണോ ലക്ഷ്യം വെച്ചത് അത് അവർ സാധ്യമാക്കിയെടുത്തു. ഭൂമിക്കടിയിൽ 250 അടി താഴ്ചയിൽ ഇറാൻ സ്ഥാപിച്ച ഫോർഡോ, നദാൻസ്, ഇസ്ഫഹാൻ എന്നിവിടങ്ങളിലെ 3 ആണവ കേന്ദ്രങ്ങളും ഇസ്രയേലിന്റെ ആക്രമണ പരിധിയിലേക്ക് പ്രാപ്തമാക്കി കൊടുത്തതും മൊസാദിന്റെ അപാരമായ നിരീക്ഷണ നീക്കങ്ങൾ തന്നെയായിരുന്നു. ഇറാനിലെ അപകടകാരികളായ തീവ്രവാദികളെയും റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ നേതാക്കളെയും ആണവ ശാസ്ത്രജ്ഞന്മാരെയും അവരുടെ സ്ഥലങ്ങളെയുമെല്ലാം കൃത്യമായി നിരീക്ഷിച്ചുറപ്പിച്ച് ആ ലക്ഷ്യങ്ങളിലേക്ക് തന്നെ ആക്രമണങ്ങൾ നടത്തി അവരെ കൊന്നൊടുക്കിയത് ഇറാന് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യം തന്നെയായിരുന്നു. അത് ഈസി ടാർഗറ്റായി ഇസ്രയേലിന് സാധ്യമാക്കി കൊടുത്തത് മൊസാദിന്റെ ചാരക്കണ്ണുകൾ തന്നെയായിരുന്നു. അങ്ങനെയെങ്കിൽ ഖമേനി ഇരുന്ന സ്ഥലം അറിയാഞ്ഞിട്ടോ കൊന്നു തള്ളാൻ കഴിയാഞ്ഞിട്ടോ അല്ല, അമേരിക്കയെ കൂടെ മാനിച്ച് അത് ഇസ്രയേൽ നീട്ടിവെക്കുകയായിരുന്നുവെന്ന് ഉറപ്പ്. മൊസാദ് അവരുടെ മിഷനിൽ ശക്തമായി തുടരുകയാണ്. മയങ്ങാതെയും ഉറങ്ങാതെയും അവർ ജാഗ്രതയോടെ നീങ്ങുന്നു. ഇസ്രയേലിന്റെ സ്വന്തം മൊസാദ്. വാർത്തയിലെ സത്യവുമായി ഇനി അടുത്തയാഴ്ച.